കൊല്ലം കരുനാഗപ്പള്ളിയിൽ CPM തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പിണറായി വിജയനും MP ഗോവിന്ദനും രൂക്ഷമായ വിമർശനം. പിണറായി വിജയൻ സ്തുതിപാഠകരുടെ പിടിയിലാണ് എന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ യോഗത്തിൽ പരാമർശമുണ്ടായി. കൊല്ലത്ത് വന്നാൽ പിണറായി വിജയന് ഒരു നേതാവിനെ മാത്രമാണ് ഇഷ്ടം, ബാക്കി നേതാക്കൾക്കെല്ലാം തീണ്ടലാണെന്നും അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു. കോടിയേരി ഭംഗിയായി നയിച്ച പാർട്ടിയെ MP ഗോവിന്ദൻ ഇല്ലാതാക്കിയെന്നും യോഗത്തിൽ പരാമർശമുണ്ടായി. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, സംസ്ഥാനത്തുടനീളം ഇതേ നിലയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്തൊക്കെയാണ് കൊല്ലത്ത് പ്രത്യേകിച്ചും ഒരു നേതാവിന് ഇഷ്ടം മറ്റുള്ളവരോട് തീണ്ടലെന്ന് അത്രയും ഗുരുതരമായ ഒരു വിമർശനത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നേരത്തെ ഉണ്ടായത് CPI ജില്ലാ നേതൃയോഗങ്ങളിലും കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ CPI നേതാക്കന്മാർക്കെതിരെയും MP ഗോവിന്ദൻ അടക്കമെതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏരിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഈ മുഖ്യമന്ത്രി കൊല്ലത്തേക്ക് എത്തിയാൽ ഒരു നേതാവിനോട് മാത്രമാണ് ഇഷ്ടം, ബാക്കിയുള്ള നേതാക്കന്മാരോട് തീട്ടലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിച്ച ആരോപണം. എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ പിണറായിയെ പോലെ പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഒരു ജില്ലയിൽ ഒരു പിണറായി മാത്രമല്ല, എല്ലാ ജില്ലകളിലും പിണറായിമാരെ പോലെ പെരുമാറുന്ന മറ്റു നേതാക്കന്മാരുണ്ട്. അവരൊക്കെയാണ് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയത്. കോടിയേരി ബാലകൃഷ്ണൻ അതിഭംഗിയായി കൊണ്ടുപോയ ഒരു പാർട്ടിയാണ് CPM. എന്നാൽ MP ഗോവിന്ദൻ വന്ന് അത് നശിപ്പിച്ചു എന്നുള്ള ഒരു വിമർശനമാണ് ഒരു ഏരിയ കമ്മിറ്റി അംഗം ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് പരാജയത്തിൽ നീങ്ങിയത്. കണ്ണൂരിന് സമാനമായ രീതിയിൽ, പയ്യന്നൂരിന് സമാനമായ രീതി തന്നെയാണ് കരുനാഗപ്പള്ളിയിലുമുള്ളത്. കരുനാഗപ്പള്ളിയിലും വലിയ രീതിയിൽ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിഭാഗീയതയുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് CR മഹേഷിൻ്റെ ഭൂരിപക്ഷം ഉയർന്നതെന്നുള്ള ഒരു കാര്യം കൂടി ഈ യോഗത്തിൽ ഉണ്ടായി. വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഉണ്ടായത്. ഏകപക്ഷീയമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും പാർട്ടിയുടെ പരാജയത്തിന് കാരണം ഇത്തരത്തിലുള്ള ഏകാധിപത്യ നടപടികളാണ്, ഒപ്പം തന്നെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത്. കൃത്യമായി കൂടുതൽ വിമർശനം ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കുമെതിരെയാണ്. അതിനുശേഷം വിമർശനങ്ങൾ ഉണ്ടായത് കരുനാഗപ്പള്ളി ഏരിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കെതിരെയാണ്.